പക്ഷേ ഷാക്കിർ, സതീശനാണ് ലീഗിന്റെ കൂടുതൽ പിന്തുണ എന്നുള്ള കാര്യം, അങ്ങനെ ഒരു സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ വേണുഗോപാൽ വന്നാൽ വേണുഗോപാലുമായിട്ട് ഒത്തുപോകുവാൻ തന്നെയായിരിക്കും തീരുമാനം. മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കാത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പക്ഷേ എന്ത് നാളത്തെ യോഗം, അത് താങ്കൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ അടിയന്തര യോഗം എന്നൊക്കെ പറയുമ്പോൾ അത് ഈ മുഖ്യമന്ത്രി ചർച്ച നീണ്ടുപോകുന്നതിനുള്ള അസംതൃപ്തിയുടെ പശ്ചാത്തലത്തിൽ കൂടി ആവുമല്ലോ. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ജനറൽ പൊളിറ്റിക്സിന്റെ അംബാസഡറാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത് രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിക്കുന്നതാണ്. അപ്പോൾ അനാവശ്യമായി മറ്റ് പാർട്ടികളുടെ കാര്യത്തിൽ തലയിടാനോ അല്ലെങ്കിൽ എന്താ പറയുക അനാവശ്യമായിട്ടുള്ള ഡിമാൻഡുകൾ വെക്കാനോ ഒരു കാലത്തും ലീഗ് മുന്നോട്ട് വന്നിട്ടില്ല. എന്നാൽ ന്യായമായ സംഗതികളിൽ ഇടപെടുന്നതിന് ഏതെങ്കിലും വിവാദമുണ്ടാക്കുന്ന വ്യാപാരികളെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഇവിടെ മുസ്ലിം ലീഗിന്റെ സ്റ്റാൻഡ് എന്താണ് എന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബും ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ്, പി.എം.എ. സലാം സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ AICC നിരീക്ഷകരെ കണ്ട് അവർ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചയിലാണ് ലീഗ് പങ്കെടുക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചയിലല്ല. അത് കോൺഗ്രസുകാർ തീരുമാനിക്കട്ടെ. എന്നാൽ UDFന്റെ ലീഡർ ആരാകണമെന്ന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിം ലീഗിനുണ്ട്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ കാലവും വകവെച്ച് തന്നിട്ടുണ്ട്. ഒരു പരസ്പര സൗഹൃദത്തോടു കൂടി തന്നെയാണ് ഈ കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലത്തോളം ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ഏതെങ്കിലും സീറ്റിന്റെ എണ്ണ കുറവോ കൂടുതലോ ഉള്ളത് കൊണ്ട് ഏതെങ്കിലും പരസ്പരം ബാർഗെയിനിങ്ങോ അങ്ങനെയുള്ള സംഗതികളൊന്നും ഉണ്ടാവാറില്ല. നിങ്ങൾ തെറ്റായ ചില വ്യാഖ്യാനങ്ങൾ, ദുർവ്യാഖ്യാനങ്ങൾ പല ആളുകളും പലപ്പോഴും കൊടുക്കുന്നുണ്ട്. അതിനൊന്നും മറുപടി പറയേണ്ടതില്ല എന്ന് തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. ലീഗിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലെ? ചില ലീഗ് നേതാക്കൾ പറയുന്നുണ്ട്. അഭിപ്രായ പഠനം നടത്തിയിരുന്നു. TV ഇബ്രാഹിം അങ്ങനെ ഒരു അഭിപ്രായ പഠനം നടത്തിയിട്ടുണ്ട്. അതായത് ഈ വൈകുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ലീഗിന് അങ്ങനെ ഉണ്ട്, അത് തുറന്ന് പറയാമല്ലോ. അല്ല മഞ്ജുഷേ, അല്ല ഇത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കല്ല ഇതിന്റെ ബുദ്ധിമുട്ട്. ഇത്ര ഉജ്ജ്വലമായ ഒരു വിജയം, 102 സീറ്റ് എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസും മുസ്ലിം ലീഗും പാർട്ടി പ്രവർത്തകർ വോട്ട് ചെയ്തുണ്ടാക്കിയതല്ല. ഈ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെ മലയാളികളായിട്ടുള്ള ബഹുഭൂരിഭാഗം ആളുകളും, ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ പോലും വോട്ട് ചെയ്തിട്ടാണ് ഒരു നല്ല ഭരണം വരാൻ വേണ്ടി 102 സീറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ തിളക്കം കെടുത്തുന്ന ഒരു നിലപാടാണ് ഇപ്പോ കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ ഭാഗത്തിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഖേദകരമാണ്. അവരവരുടെ സംഘടനാ പ്രോസസ്സാണ് പറയുന്നതെങ്കിൽ കൂടി ആളുകൾ വളരെ വലിയ പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മൾ കണ്ടു, കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ CPMന്റെ ആളുകളും വ്യാജ പോസ്റ്ററും ഒക്കെയായി വരുന്നുണ്ട്. പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ അഭിപ്രായത്തെക്കുറിച്ച് ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത് ഒന്ന് അടിവരയിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് ദുർവ്യാഖ്യാനം ചെയ്ത് നിങ്ങൾ വേറെ രീതിയിൽ കൊണ്ടുപോകരുത്. നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾ, അതായത് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം AICC നിരീക്ഷകരെ അറിയിച്ചിട്ടുണ്ട്. ജനഹിതമനുസരിച്ച് തീരുമാനമെടുക്കണം. ഇനി തീരുമാനമെടുത്ത ശേഷം മുസ്ലിം ലീഗിന്റെ തീരുമാനം എന്താണ് എന്ന് ഞങ്ങൾ പിന്നീട് അറിയിക്കാമെന്ന് കൃത്യമായി കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് മുസ്ലിം ലീഗ് അങ്ങനെ ആയിരുന്നില്ല പറയാറുള്ളത്. ഇത് കാര്യങ്ങൾ ഈ രീതിയിലായതുകൊണ്ട് ഒന്നുകൂടി കൃത്യമായി കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയി മുസ്ലിം ലീഗ് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തീരുമാനം വരികയാണെങ്കിലോ വന്നിട്ടില്ലെങ്കിലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട യോഗം നാളെ വിളിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ നേതാക്കന്മാർ കൂടി ആലോചിച്ച് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ മാധ്യമങ്ങൾ അറിയിക്കും. ഒരു കാര്യത്തിൽ കൃത്യമാണ്, ഈ ഇത്ര വൈകുന്നത് നമുക്ക് പല ന്യായീകരണങ്ങൾ പറയാനുണ്ടാകും. ഇന്നിപ്പോ ആസാമിൽ 3ാം തവണയും മുഖ്യമന്ത്രിയായി വന്നിട്ടുള്ള ഹെമന്ത ബിശ്വ ശർമ്മ ഇന്നാണ് എന്താ പറയാ അദ്ദേഹത്തിന്റെ അടുത്ത ടൈമിൽ സത്യപ്രതിജ്ഞ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ന്യായീകരണങ്ങളൊക്കെ പറയാനുണ്ട്. നമുക്കതുപോലെ PS അച്യുതാനന്ദനും പിണറായി വിജയൻ തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ രണ്ടുപേരെയും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റി നിർത്തിയത്, കണ്ണൂരിൽ VS അനുകൂല മുദ്രാവാക്യം വിളിച്ച ആളുകളെ പിണറായി വിജയന്റെ ആളുകൾ അടിച്ച് പരിക്കേൽപ്പിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ന്യായങ്ങളും ഒക്കെ അക്കാര്യത്തിൽ പറയാനുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ സമയത്ത് അതിലേക്കൊന്നും പോകുന്നില്ല. അത് CPMന്റെ ഒരു ശൈലി വേറെയാണ്, കോൺഗ്രസിന്റെ സംഘടനാ രീതി വേറെയാണ്. അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോട്ടെ. പക്ഷെ മലയാളികൾ ആഗ്രഹിക്കുന്നത് കോൺഗ്രസോ മുസ്ലിം ലീഗോ അല്ല. മലയാളികൾ ആഗ്രഹിക്കുന്നത് ഈ ജനഹിതമനുസരിച്ച് ഒരു മികച്ച ഭരണം കേരളത്തിൽ അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട്. അതിന് പകരമായി ഇത് അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത് സത്യത്തിൽ വളരെ ഖേദകരമാണ്. എത്രയും പെട്ടെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, UDFന്റെ മുഖ്യമന്ത്രി ഉണ്ടാവണം. അക്കാര്യത്തിലേ നമുക്ക് അഭിപ്രായമുള്ളൂ. മറ്റ് വിഷയങ്ങളിൽ ഞങ്ങൾ കയറി അഭിപ്രായം പറയാൻ ശരിയാണ്. സത്യസന്ധമായ ഒരു നിരീക്ഷണമാണ് CK ഷാക്കിർ നടത്തിയിരിക്കുന്നത്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇനി വൈകുവാനുള്ള സാധ്യത താങ്കൾ കാണുന്നില്ലല്ലോ അല്ലേ? ചർച്ച ഇന്നത്തോടുകൂടി അവസാനിച്ചു എന്ന് തന്നെ കരുതാം. ഇന്നോ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകും. KC ആയിരിക്കും അല്ലേ?
അല്ല, ഇത് വൈകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും ദിവസമായിട്ട് ഇന്ന് നാളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിട്ടില്ലല്ലോ. ഇത് ഇനിയും താമസിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഇത് KC വേണുഗോപാലിനെ ഇവിടെ അവരോധിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ അതിനെന്തൊക്കെയാണ് മാർഗം, അതിനെന്താണ് സ്വന്തം പ്രതിച്ഛായ? അതായത് ഗാന്ധി കുടുംബത്തിന് രാഹുൽ ഗാന്ധിക്ക് മുമ്പേ ഇവിടെ കേരളത്തിൽ ഒരു വലിയ പ്രതിച്ഛായ ഉണ്ട്. ആ പ്രതിച്ഛായ നഷ്ടപ്പെടാതെ എങ്ങനെയാണ് KC വേണുഗോപാൽ ഇപ്പോൾ ഇവിടെ പൊതുജനങ്ങളുടെ ശത്രുവായി, ഒരു വലിയ വിഭാഗത്തിൻ്റെ ശത്രുവായി കാണുന്ന KC വേണുഗോപാലിന് അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ പുറത്ത്, അത് സൗഹൃദം മാത്രമല്ല, MLA-മാരുടെ പിന്തുണയുണ്ട്. പക്ഷേ MLA-മാരുടെ പിന്തുണ എന്ന് പറയുമ്പോൾ അത് കേവലം സാങ്കേതികമാണ്. ഈ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പുറത്ത് KC വേണുഗോപാൽ ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് വഴി, അദ്ദേഹത്തിൻ്റെ ആ ശക്തി വഴി അദ്ദേഹം നേടിയെടുത്തതാണ് ഈ MLA-മാരെയെല്ലാം. കൃത്യം 10 വർഷം മുൻപ് KC വേണുഗോപാൽ ഈ വിശാല ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ഒരു ഗ്രൂപ്പിൻ്റെ വെറും ഒരു നേതാവ് മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സതീശനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയുള്ള ഒരു നേതാവ് മാത്രമായുള്ള KC വേണുഗോപാൽ എങ്ങനെയാണ് ഇത്രയും നാളുകൊണ്ട് ഇത്രയും MLA-മാരെ കേരളത്തിലെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ സംവിധാനത്തെ മുഴുവൻ വിഴുങ്ങുകയും ചെന്നിത്തലയുടെ കൂടെ നിൽക്കുന്ന ബഹുഭൂരിപക്ഷ ആൾക്കാരെ തൻ്റെ വശത്താക്കുകയും ഈ ഗ്രൂപ്പുകാരെന്ന് പറയുന്ന കുറേ ആൾക്കാരെ അദ്ദേഹം കൂടെ കൂട്ടുകയും, അതുമാത്രമല്ല അദ്ദേഹം പണ്ട് KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ അധ്യക്ഷനായിരുന്നപ്പോൾ ആ പാനലിലുണ്ടായിരുന്ന എല്ലാവരെയും തിരിച്ച് പ്രമുഖ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്ത അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയറിംഗ് വഴി ഈ MLA-മാരുടെ എല്ലാം പിന്തുണ നേടിയെടുത്തത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനം വഴിയാണ്. സംഘടനാ ജനറൽ സെക്രട്ടറി 2018 ഡിസംബറിൽ അദ്ദേഹം ആ സ്ഥാനത്തേക്ക് വരികയും കഴിഞ്ഞ 8 വർഷത്തിൽ അദ്ദേഹം നേടിയെടുത്ത അദ്ദേഹത്തിൻ്റെ ആ ഇൻഫ്ലുവൻസ് ആണ് ഇതിൻ്റെ എല്ലാം, ഈ MLA-മാരുടെ എല്ലാം സംഖ്യാബലം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകാൻ കാരണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ തികച്ചും സാങ്കേതികമായിട്ടുള്ള MLA-മാരുടെ പിന്തുണയിൽ ഇവിടെ KC വേണുഗോപാലിനെ അവരോധിക്കാൻ ഗാന്ധി കുടുംബം ശ്രമിച്ചാൽ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ശ്രമിച്ചാൽ, അത് അത്ര എളുപ്പമാകില്ല. അത് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ VD സതീശനൊക്കെ മാധ്യമങ്ങളും മറ്റ് പല വിധത്തിലും അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന പ്രതിച്ഛായ, അദ്ദേഹം നേടിയെടുത്ത പ്രതിച്ഛായ, അദ്ദേഹത്തിൻ്റെ വനവാസത്തിന് പോകും എന്നുള്ള അദ്ദേഹത്തിൻ്റെ കമൻറ്റും, അല്ലെങ്കിൽ 12 ഒരു ഡസൻ മന്ത്രിമാർ തോൽക്കും, 100 സീറ്റ് ജയിക്കും എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആ കോൺഫിഡൻസോടുകൂടിയുള്ള പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ ഇവിടെ പല മാധ്യമപ്രവർത്തകരും ഇലക്ഷന് മുൻപ് ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഇവിടെ കുറേ പെയ്ഡ് സർവേകൾ നടന്നു, ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്, കുറേ ഫ്ലെക്സ് വെച്ചത് വഴി പിണറായി വിജയൻ തിരിച്ചു വരാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എന്തൊക്കെ ഒരു ക്യാമ്പയിൻ നടന്നല്ലോ. ആ സമയത്ത് വളരെ ശക്തിയോടുകൂടി, ആർജവത്തോടുകൂടി ഇവിടെ UDF തിരിച്ചു വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.